സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക കൈമാറാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് ഗവർണർ. ഇക്കാര്യം ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. അതേസമയം 10 അംഗങ്ങളുടെ പേരടങ്ങുന്ന പട്ടിക സംസ്ഥാന സർക്കാർ തയ്യാറാക്കി. കോടതി ആവശ്യപ്പെട്ടാൽ ഇന്ന് തന്നെ പട്ടിക കൈമാറും. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നോക്കുമ്പം ചേരുകയാണ്. ബാലു, ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ തർക്കം സർക്കാരും ഗവർണറും തമ്മിൽ തുടരുന്നതിനിടയിലാണല്ലോ കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് പട്ടിക ഞങ്ങൾ തയ്യാറാക്കാം, ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ അവകാശം തരുന്നത്? സർക്കാരിന്റെ പട്ടികയിൽ ആരെല്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? രതീഷ, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. 10:30 ജസ്റ്റിസുമാരായ JB പർഡിവാലയും R മഹാദേവനും അടങ്ങുന്ന ബെഞ്ച് ഒന്നാമത്തെ കേസായി ഇത് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോടതിയിൽ ഈ കേസിനുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന് ഉള്ള പേരുകൾ കൈമാറുവാൻ വേണ്ടി ഗവർണറോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ 10 അംഗങ്ങളുള്ള ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രമുഖ അക്കാഡമിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ പട്ടിക ഇന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ കൈമാറാൻ തയ്യാറാണ് എന്ന് സംസ്ഥാനം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതേസമയം ഗവർണർ ഈ പട്ടിക തയ്യാറാക്കുന്നതിന് കൂടുതൽ സാവകാശം തേടുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം വിദഗ്ധരെ ഉൾപ്പെടെ ഈ പട്ടികയിൽ ചേർക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സമയം വേണമെന്നായിരിക്കും ഗവർണർ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാർ ഇന്ന് ഈ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം, ഗവർണർ നടത്തിയ നിയമനം റദ്ദാക്കണമെന്നൊരാവശ്യം കോടതിയിൽ ഉന്നയിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ ഗവർണറുടെ നടപടി ഈ നിയമവിരുദ്ധം അല്ലെങ്കിൽ ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കരുതെന്നൊരാവശ്യം ഇന്ന് ഉന്നയിക്കുവാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. കോടതി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. കോടതി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. ബാലു ആ വിവരങ്ങൾ പങ്കുവയ്ക്കും. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക കൈമാറാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഇപ്പോൾ ഗവർണർ ഭാഗത്തുനിന്ന് കോടതിയിൽ അത്തരമൊരു ആവശ്യം വരാൻ പോകുന്നത്.